സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരുഭ്യോ നമഃ. സംപൂജ്യരായ രാമായണ ശ്രോതാക്കൾക്ക് എൻ്റെ സാദര പ്രണാമം, സുസ്വാഗതം. പ്രിയ സജ്ജനങ്ങളെ, ഭാഷാപിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ബാലകാണ്ഡം മുതൽ യുദ്ധകാണ്ഡം വരെ ഒരു ഏകദേശ പഠനം നമ്മൾ സമ്പൂർണമാക്കിയിരിക്കുകയാണല്ലോ. അതിൽ വന്നിട്ടുള്ള തെറ്റുകളൊക്കെ പുറത്ത് പ്രോത്സാഹനം തന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് ഉത്തരരാമായണം അഥവാ ഉത്തരകാണ്ഡം പഠനം ചെറിയ രീതിയിൽ ആരംഭിക്കാം. ചെറിയ രീതി എന്ന് പറഞ്ഞാൽ അതിനുള്ള അറിവേ ഉള്ളൂ, അതുകൊണ്ടാണ്. നമ്മുടെ ഗൃഹങ്ങളിൽ അങ്ങനെ പാരായണം ചെയ്തു വരുന്ന പതിവില്ല ഈ ഉത്തരരാമായണം. ഒരുപക്ഷെ രാക്ഷസോത്പത്തി, അപവാദശ്രവണം, സീതാപരിത്യാഗം, ലക്ഷ്മണ പരിത്യാഗം, രാമദേവന്റെ ദേഹത്യാഗം, ഇങ്ങനെയുള്ള ഒരുപക്ഷെ അനിഷ്ട സംഭവങ്ങളെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം എന്തോ അധ്യാത്മരാമായണം പോലെ അങ്ങനെ പ്രചാരം സിദ്ധിക്കാതിരുന്നത്. അധ്യാത്മരാമായണം സമ്പൂർണമാകണമെങ്കിൽ ഉത്തരരാമായണം കൂടി പഠിക്കണം എന്ന് തോന്നിയതിനാൽ ഈ പഠനം കൂടി സജ്ജന സമക്ഷം സമർപ്പിക്കുകയാണ്. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകളൊക്കെ പുറത്ത് അനുഗ്രഹിക്കണമെന്ന് ഏവരോടും അപേക്ഷിക്കുന്നു. ഇതിൽ 3 അധ്യായങ്ങളാണല്ലോ ഉള്ളത്. ഓരോ അധ്യായവും കേക, കാക്കളി, പിന്നെ കേക എന്നീ വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത്. നമുക്ക് പാരായണം തുടങ്ങാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രണാമങ്ങൾ. വന്ദന ശ്ലോകങ്ങളോടുകൂടി പഠനം സമാരംഭിക്കാം. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. വിഘ്നേശ്വരം വിഘ്നശാന്തി വാണീം വാചഃ പ്രവർത്തയേ. ഗുരോൻ ഗൂഢാർത്ഥപാനായ പ്രണമാമി പുനഃ പുനഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം
ശ്രീരാമദൂതം മനസാ സ്മരാമി. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമപാദഭക്തി കൊണ്ടു ശുദ്ധാത്മാവായ ശാരിക പൈതലേ നീ ചൊല്ലടോ രാമായണം. എഴുത്തച്ഛൻ രാമദേവനെ സ്തുതിച്ചുകൊണ്ട് ഉത്തരരാമായണം കിളിപ്പാട്ട് സമാരംഭിക്കുകയാണ്. ശ്രീരാമപാദഭക്തി കൊണ്ട് ശുദ്ധാത്മാവായ രാമായണ കഥകളും രാമസ്തുതികളും എല്ലാം കൊണ്ട് സമ്പൂർണമായിരിക്കുന്ന ആ അധ്യാത്മരാമായണം ശാരിക പൈതൽ എഴുത്തച്ഛൻ്റെ മാനസപ്പൈങ്കിളി ഇതുവരെ ചൊല്ലുകയായിരുന്നുവല്ലോ. അങ്ങനെ ആ രാമനാമാമൃതം കൊണ്ട് ശുദ്ധമായ കിളിപ്പൈതൽ തൻ്റെ മനസ്സ് അതിൽ നിന്നും ഇനിയും ഉത്തരരാമായണം കൂടി ചൊല്ലുവാനായിട്ട് പറയുകയാണ്. ചൊല്ലുവനെങ്കിൽ കേട്ടുകൊള്ളുവിനെല്ലാവരും, നല്ല സത്കഥ ഇതു കല്യാണപ്രദമല്ലോ. ഇനി മുന്നോട്ടുള്ള ഭാഗങ്ങളും സൽക്കഥ തന്നെയാണ്. അത് ഇഷ്ടമുണ്ടാക്കുന്നതോ അനിഷ്ടമുണ്ടാക്കുന്നതോ എന്നതല്ല കാര്യം. സൽക്കഥയാണ്, കല്യാണപ്രദമാണ്, മംഗളകാരിയാണ്. അതുകൊണ്ട് അതും എല്ലാവരും കേൾക്കുക, പഠിക്കുക, മനനം ചെയ്യുക. ഉത്തരരാമായണം വാൽമീകി മുനിപ്രോക്തം ഉത്തമോത്തമം ഇദം മുക്തിസാധനം പരം. പരമാണ്, പരമമായ മുക്തിയെ പ്രദാനം ചെയ്യുന്ന ഉത്തരരാമായണം. ഇതാര് രചിച്ചതാണ്? വാൽമീകി മുനി പ്രോക്തം. വാൽമീകി മുനി പറഞ്ഞതാണ്. ഉത്തമോത്തമം, ഉത്തമങ്ങളിൽ നിന്നും ഉത്തമങ്ങളിൽ ഉത്തമമായതാണ് ഇങ്ങനെയുള്ള ഈ ഉത്തരരാമായണം ചൊല്ലുകയാണ്. ചിത്തം തെളിഞ്ഞ് മാലോകരെ നിങ്ങളെല്ലാവരും കേൾക്കുവിൻ. രാവണാദ്യഖില രക്ഷോഗണവധം ചെയ്ത് ദേവകളാലും അഭിപൂജിതനായ രാമൻ
രഘുവംശതിലകനായ രാമദേവൻ രക്ഷോഗണവധം ചെയ്തു. രാക്ഷസന്മാരെയൊക്കെ വധിച്ചു. എങ്ങനെയുള്ള രാക്ഷസന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്? രാവണാദ്യഖില, രാവണാദികൾ മുതലുള്ള എല്ലാ രാക്ഷസന്മാരെയും വധം ചെയ്തു. ദേവകളാലും അഭിപൂജിതനായ രാമൻ, ദേവകളൊക്കെ തന്നെ മാനിച്ച് പൂജിച്ചു വരുന്ന രാമദേവൻ ദേവിയും അനുജനും വാനരപ്പടയുമായി സേവകജനവുമായി പുഷ്പകം കരയേറി. സീതാദേവിയോടും തൻ്റെ അനുജനും പിന്നെ വാനരപ്പട, ആ കിഷ്കിന്ധയിൽ നിന്ന് യുദ്ധത്തിന് പോയ ആ വാനരപ്പടയും മറ്റു സേവകന്മാരുമായിട്ട്, സേവകജനങ്ങളുമായിട്ട് പുഷ്പക വിമാനത്തിൽ കയറി വേഗമോടയോധ്യബുക്കഭിഷേകവും ചെയ്തു. ലോകങ്ങൾ 14 പാലിച്ചു വാഴും കാലം. അങ്ങനെ അയോധ്യയിലെത്തി രാജ്യഭാരം ഏറ്റെടുത്തു. 14 രാജ്യങ്ങളും പാലിച്ചു വാഴും കാലം എന്നാണ് പറയുന്നത് ഇവിടെ. 7 ലോകങ്ങളും പരിപാലിച്ചു വരവേ നാനാദേശങ്ങൾ തോറും വാണിടും മുനിജനം മാനവവീരൻ തന്നെ കാൺമാനായി വന്നാരല്ലോ. നാനാദിക്കിലും ലോകസേവാർത്ഥം സഞ്ചരിക്കുന്ന മാമുനി ശ്രേഷ്ഠന്മാർ അവരെല്ലാവരും കൂടി തീരുമാനിച്ചു രാമദേവനെ കാണണം എന്ന്. അങ്ങനെ അവരെല്ലാവരും കൂടി അയോധ്യയിലേക്ക് വന്നു. പല ദിക്കിൽ നിന്നുമാണ് വന്നത്. അപ്പം ഇവരെങ്ങനെ ഒരു ദിവസം ഒരേ സമയത്ത് ഇവിടെ എത്തി? അന്ന് ഇപ്പോഴുള്ള ആ സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ സന്ദർഭം ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ ത്രികാലജ്ഞാനികളായ ഈ മാമുനിമാർക്ക് അവരുടെ സ്വന്തം ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പരസ്പരം മെസ്സേജുകളൊക്കെ കൈമാറാൻ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം എന്തായാലും എല്ലാവരും കൂടി അയോധ്യയിലെത്തിക്കഴിഞ്ഞു. വാസവദിക്കിൽ നിന്നു വന്നിതു കണ്വാദികൾ. കണ്വമുനി മുതലായ സന്യാസി വര്യന്മാർ വന്നിരിക്കുന്നത് വാസവദിക്ക്, കിഴക്ക് ദിക്കിൽ നിന്നാണ്. കൗശികാഗസ്ത്യാദികൾ ദക്ഷിണദിക്കിൽ നിന്നും, തെക്ക് ദിക്കിൽ നിന്നും എത്തിയിരിക്കുന്നത് കൗശികൻ. കൗശികൻ നമ്മളിവിടെ നേരത്തെ കൗശികനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. വിശ്വാമിത്രൻ എന്നാണ് കൗശികന്റെ മറ്റൊരു പേര് എന്ന് നമ്മൾക്കറിയാം. പക്ഷേ ഇവിടുത്തെ കൗശികൻ ആരാണ്? മറ്റേതോ ഇനിയും അഘോര സന്യാസിമാരിൽ ആരെങ്കിലും ആണോ? എന്തായാലും കാരണം വിശ്വാമിത്രനെ പറ്റി വീണ്ടും പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ ആ വിശ്വാമിത്രനായിരിക്കില്ല ഈ കൗശികൻ എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും അത് വ്യക്തമല്ല എനിക്ക്. ഇത് കേൾക്കുന്നവർക്കാർക്കെങ്കിലും ഈ കൗശികനെ അറിയാമെങ്കിൽ അതിൻ്റെ അറിവ് എനിക്കും കൂടി ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ കൗശികനും അഗസ്ത്യനും മറ്റും തെക്ക് ദിക്കിൽ നിന്നും എത്തി. പശ്ചിമദിക്കിൽ നിന്നു വന്നിതു ധൗമ്യാദികൾ. ധൗമ്യമുനി മുതലായ ശ്രേഷ്ഠന്മാർ എത്തിയിരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തു നിന്നുമാണ്. വിശ്വാമിത്രനും
ജമദഗ്നിയും ഗൗതമനും അത്രി കശ്യപൻ ഭരദ്വാജനും വസിഷ്ഠനും ഉത്തരദിക്കിൽ നിന്നു വന്നിതൊന്നിച്ചു തന്നെ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ വിശ്വാമിത്രനെ പറ്റി വീണ്ടും പറയുന്നു എന്ന്. അവിടെ വിശ്വാമിത്രൻ, ജമദഗ്നി മുനി, വസിഷ്ഠൻ മുതലായവർ വടക്ക് ദിക്കിൽ നിന്നും എത്തി. എല്ലാവരും ഒന്നിച്ചവിടെ എത്തിക്കഴിഞ്ഞു. ദ്വാരപാലകനോട് കുംഭസംഭവൻ ചൊന്നാൻ, ആരണരായ ഞങ്ങൾ വന്നതങ്ങറിയിച്ചു നേരത്തു വന്നിടു നീ എന്നതു കേട്ട നേരം. ദ്വാരപാലനും നരവീരനോടുണർത്തിച്ചാൻ. അപ്പോൾ കുംഭസംഭവൻ, ഇവിടെ കുംഭസംഭവൻ എന്ന് പറയുന്നത് അഗസ്ത്യനാണ്. കുംഭസംഭവന്മാർ രണ്ടുപേരാണുള്ളതല്ലോ, ഒന്ന് അഗസ്ത്യമുനിയും ഒന്ന് വസിഷ്ഠമുനിയും. വസിഷ്ഠമുനി ഇപ്പോൾ കുലഗുരുവായി അയോധ്യയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അഗസ്ത്യമുനി ദ്വാരപാലകനോട്, അവിടെ ആ കൊട്ടാരത്തിൻ്റെ ഗോപുരവാതിൽക്ക് നിൽക്കുന്ന ദ്വാരപാലകന്മാരോട് പറഞ്ഞു, ആരണരായ ഞങ്ങൾ വന്നത് അങ്ങ് അറിയിച്ച് നേരത്ത് വന്നിടും. നീ വേഗം പോയിട്ട് ഈ ഞങ്ങൾ, അതായത് മാമുനി ശ്രേഷ്ഠന്മാർ, അവർ സഞ്ചരിക്കുന്നത് എപ്പോഴും ലോകോപകാരപ്രദമായിട്ടാണ്. മഹാജ്ഞാനികളാണ്, അധ്യാത്മജ്ഞാനികളാണ്. അപ്പോൾ അവർ വന്നിട്ടുണ്ട് എന്ന് നീ പോയിട്ട് നരവീരനോട് ഉണർത്തിക്കൂ എന്ന് പറഞ്ഞു. അതായത് ആ മനുഷ്യനായിട്ട് ആണല്ലോ ഇപ്പോൾ ജന്മമെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ശ്രേഷ്ഠനായിരിക്കുന്ന രാമനോട് നീ പോയിട്ട് പറയൂ ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്ന കാര്യം. അത് കേട്ട് ദ്വാരപാലനും പോയി നരവീരനോട് പറഞ്ഞു, ഗോപുരദ്വാരത്തിങ്കൽ പാർത്തു നിന്നരുളുന്നു താപസപ്രവരന്മാരാം അഗസ്ത്യാദിജനം. താപസമുഖ്യന്മാരായ ആ അഗസ്ത്യന്മാർ തുടങ്ങിയ മാമുനി ശ്രേഷ്ഠന്മാർ അതാ അങ്ങേ കാണാനായി ഗോപുരവാതിൽക്കൽ എത്തിയിരിക്കുന്നു. ഇത് കേട്ട് പൗരന്മാരോടും അതു കേട്ടു രാഘവൻ ചെന്നു പാരാതെ കൂട്ടിക്കൊണ്ടുപോന്നു തത്സഭാതലേ. ആരെയും പറഞ്ഞുവിട്ട് അവരോട് വരാനല്ല പറഞ്ഞത്. അദ്ദേഹം സ്വയം, രാമദേവൻ സ്വയം എഴുന്നേറ്റ് തൻ്റെ കൂടെയുള്ള പൗരജനങ്ങളും ഒക്കെ ആയിട്ട് നേരെ അവരെ സ്വീകരിച്ചു കൊണ്ടുവരികയാണ്. എവിടോട്ടാണ് വന്നത്? തൻ്റെ സഭാതലത്തിലേക്ക്, അയോധ്യയുടെ രാജസഭയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അത്രയാണ് ഈ മാമുനി ശ്രേഷ്ഠന്മാർ, സന്യാസി വര്യന്മാരെ നമ്മൾ മാനിക്കുന്നത്. കാരണം അവരെപ്പോഴും ലോകോപകാരപ്രദമായ കാര്യങ്ങളാണ് ചെയ്തു വന്നിട്ടുള്ളത്. അവർ അങ്ങനെ ചെയ്തതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്നിവിടെ ഇരുന്ന് ഈ രാമായണം വായിക്കുന്നതും. എത്രയെത്ര തലമുറകൾ ഇനിയും വായിക്കും, എത്രയെത്ര തലമുറകൾ ഇതൊക്കെ പഠിക്കും. ഈ രാമായണം, ഭാഗവതം, അങ്ങനെയുള്ള ആ നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം തന്നിരിക്കുന്നത് ആരാണ്? നമ്മൾക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത് മാമുനി ശ്രേഷ്ഠന്മാരാണ്. ആസനപാദ്യാർഘ്യാദി കൊണ്ടു പൂജിച്ചു വന്ദിച്ചാദരപൂർവം മുനീന്ദ്രാജ്ഞയാ യഥാസുഖം. അങ്ങനെ ശ്രേഷ്ഠമായ ആസനങ്ങളൊക്കെ കൊടുത്തു. യഥാവിധി അർഘ്യപാദ്യാദികൾ ചെയ്യിച്ചു. കാല് കഴിയിച്ച് പിന്നെ ശുദ്ധം ആക്കി അവരുടെയൊക്കെ ആ പാദതീർത്ഥം തൻ്റെ ശിരസിൽ തളിക്കുക എന്നുള്ളത് അവരുടെയൊക്കെ രാജാക്കന്മാരുടെ ഒരു വലിയൊരു പുണ്യമായിട്ടാണ് അവർ കരുതിയിരുന്നത്. അങ്ങനെ അവരെ സ്വീകരിച്ചു കൊണ്ടെന്ന് ഇരുത്തി. പാർത്ഥിവോത്തമൻ പരമാസനം പുക്കശേഷം ആസ്ഥയാ മുനിവർഗത്തോടരുൾ ചെയ്തിടിനാൻ.
പാർത്ഥിവോത്തമൻ, രാജാക്കന്മാരിൽ ഉത്തമനായിരിക്കുന്നവൻ പരമാസനം പൂക്കും. പരമാസനം എന്ന് പറഞ്ഞാൽ തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു. ആസ്ഥയ, ആസ്ഥ എന്ന് പറയുന്നത് പല സന്ദർഭം അനുസരിച്ച് പല അർത്ഥങ്ങളാണ് കൊടുക്കുന്നത്. ഇവിടെ ആസ്ഥയ എന്ന് പറഞ്ഞാൽ ആദരവോടുകൂടി എന്ന് നമുക്ക് എടുക്കാം. മുനിവർഗത്തോടരുൾ ചെയ്തിടിനാൻ, അങ്ങനെ അദ്ദേഹം ആ മാമിനിമാരെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, സൗഖ്യമോ നിങ്ങൾക്കെല്ലാം, എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ എന്നതു കേട്ടു ലോകശ്ലാഘ്യന്മാരായ മുനിശ്രേഷ്ഠന്മാർ അരുൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ കുശലാന്വേഷണം കേട്ടിട്ട് ലോകശ്ലാഘ്യന്മാരായിരിക്കുന്ന, ലോകത്തിൽ കീർത്തി കേട്ടിരിക്കുന്നവരായ ഈ മാമുനിമാർ പറഞ്ഞു, രക്ഷോജാതികളെയും വധിച്ചു ലോകത്രയം രക്ഷിച്ചു സീതാദേവി തന്നോടും കൂടെ ഭവാൻ. സൗഖ്യമായി വാഴുന്നതു കാൺകയിൽ ഞങ്ങൾക്കുണ്ടോ സൗഖ്യം മറ്റിതിൽ പരം മാനവശിഖാമണേ. അല്ലയോ രാമ, ഞങ്ങൾക്കെല്ലാം വളരെ സൗഖ്യം തന്നെ. ശത്രുക്കളെയൊക്കെ സംഹരിച്ച് ഈ രാക്ഷസന്മാരെയൊക്കെ വധിച്ച് ലോകത്രയത്തെ രക്ഷിച്ചുകൊണ്ട് സീതാദേവിയോടുകൂടി ഇങ്ങനെ സുഖത്തോടെ കഴിയുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതിൽ അത്യധികം സന്തോഷമുണ്ട്. പിന്നെ നീ ദശാസ്യനെ കൊന്നതുകൊണ്ടു ലോകം നന്നെന്നു പുകഴ്ത്തുന്നത് അജ്ഞാനമത്രേ. അല്ലയോ മഹാരാജാവേ, രാവണവധം അങ്ങേക്ക് വലിയ കാര്യമൊന്നുമല്ല, അങ്ങേക്കത് നിസ്സാരമാണ്. പക്ഷേ ജനങ്ങൾ അതിനെ ഒരുപാട് വാഴ്ത്തുന്നുണ്ട്. അത് അജ്ഞാനം കൊണ്ടാണെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ അജ്ഞാനം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. സർവലോകവും ജയിക്കാമല്ലോ ഭവാനിക, കേവലം ദശാസ്യനെ കൊന്നതെന്തൊരു ചിത്രം. രാവണനെ വധിച്ചതിൽ അത്ഭുതമൊന്നുമല്ല. രാവണനെ വധിച്ചത് കൊണ്ട് ത്രൈലോക്യം അടക്കി വച്ചിരുന്ന ആ രാവണനെ വധിച്ചത് കൊണ്ട് ത്രൈലോക്യത്തെ രക്ഷിച്ചു എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല എന്നാണ് പറയുന്നത്. രക്ഷോനായകസുതനാക്കിയ രാവണിയെ ലക്ഷ്മണൻ കൊല ചെയ്തതോർക്കിലെത്രയും ചിത്രം. പക്ഷേ ഇന്ദ്രജിത്ത്, രക്ഷോനായകന്റെ സുതൻ ആയ രാവണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ദ്രജിത്തിനെ പറ്റിയാണ് പറയുന്നത്. ആ രാവണിയെ ലക്ഷ്മണൻ വധിച്ചല്ലോ. പക്ഷേ അത് കുറച്ച് ആശ്ചര്യം തന്നെയാണ്, കഠിനകൃത്യമാണ്. ഇവിടെ ഇപ്പം രാമദേവൻ ചെയ്തത് അത്ര കാര്യമൊന്നുമില്ല. പറയുന്നതാര്? വിശ്വോത്തമന്മാരായിരിക്കുന്ന മാമുനി ശ്രേഷ്ഠന്മാരാണ്. എന്തെങ്കിലും കഴമ്പ് കാണും അതില്. പിന്നെന്താ പറഞ്ഞത്? കുംഭസംഭവനിദ്ധം അരുളി ചെയ്ത നേരം അംഭോജാക്ഷനും ചിരിച്ചപ്പോഴേ ചോദ്യം ചെയ്താൻ. അപ്പം രാമദേവൻ തോന്നി ഇതിനകത്തിൽ എന്തെങ്കിലും കാര്യം കാണും. താൻ ചെയ്ത
മഹത്കൃത്യം ലോകരൊക്കെ ആദരിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ദ്രജിത്തിനെ വധിച്ചത് ലക്ഷ്മണനാണ്. പക്ഷെ അതത്ര അങ്ങോട്ട് അതിനുള്ള ഒരു പ്രസക്തി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതിന് ആൾക്കാരതിനെ വാഴ്ത്തുന്നില്ല. അപ്പം ഈ മാമുനിമാരാണിപ്പോൾ ഇത് വന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും അതിനകത്തിൽ കാര്യം കാണും. അല്ലാതെ മറിച്ച് ഞാൻ ചെയ്ത കാര്യം അത്ര പ്രാധാന്യം അവർ കാണുന്നില്ല, അപ്പോൾ മറ്റൊരാളെയാണ് പ്രകീർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെയൊരു കലുഷ സ്വഭാവമൊന്നും ഉണ്ടായില്ല. നേരെ ആ മാമുനിമാരെ പ്രകീർത്തിച്ചും കൊണ്ട് ചോദ്യം, അതും ചിരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. രാവണൻ ജഗത്രയ കണ്ടകൻ, അവനിലും രാവണി തന്നെ പ്രശംസിപ്പതിനെന്തു മൂലം. ഈ രാവണൻ എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങളെയും വിറപ്പിക്കുന്നവനാണ്. കുംഭകർണനാണെങ്കിലോ അതിൽ പരം. അപ്പം ഇവരെയൊക്കെ അപേക്ഷിച്ച് രാവണിക്ക്, അതായത് ഇന്ദ്രജിത്തിനെ നിങ്ങൾ പ്രശംസിക്കാൻ എന്താണ് അവനിൽ ഇത്ര കഴിവ്? ഊക്കേറും ദശാനനപുത്ര വിക്രമമെല്ലാം കേൾക്കണം അരുളി ചെയ്തിടാം എന്നാകിലിപ്പോൾ. അല്ലയോ മുനിശ്രേഷ്ഠന്മാരെ, അങ്ങനെയുണ്ടെങ്കിൽ ആ ഇന്ദ്രജിത്തിൻ്റെ ചരിത്രം അവനെ ഇത്രയും പ്രകീർത്തിക്കാനുള്ള ആ കാരണങ്ങൾ നിങ്ങൾക്ക് ചൊല്ലാൻ സാധിക്കുമെങ്കിൽ അതെന്നെ ദയവായി കേൾപ്പിച്ചാലും. രാക്ഷസ കുലോത്പത്തി എന്നതു കേട്ട നേരമഗസ്ത്യനരുൾ ചെയ്തു, മന്നവ കേട്ടുകൊള്ളുക രാവണ വൃത്താന്തങ്ങൾ. ഇപ്രകാരം രാമദേവൻ ചോദിക്കയാൽ എന്തായിരുന്നു ചോദിച്ചത്? രാവണനേക്കാൾ ഇന്ദ്രജിത്തിനെ പുകഴ്ത്താനുള്ള കാരണം എന്താണ്, അതറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ ഒരു കാര്യം മാത്രം എടുത്തു പറയാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ പൂർവ്വ ചരിത്രം പറയണം. അപ്പോൾ അവരുടെ ആ രാക്ഷസ കുലത്തിൻ്റെ ഉൽപ്പത്തി മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിലേ ആ ഭാഗം വ്യക്തമാകൂ. അതുകൊണ്ട് അഗസ്ത്യമുനി ആ ചരിത്രം പറയാൻ തുടങ്ങി. രാവണനുടെ തപോബലവും ശൗര്യങ്ങളും പൂർവരാക്ഷസകുലോൽപത്തിയും അറിയിക്കാം. രാവണന്റെ തപസ് മൂലം സിദ്ധിച്ച വരങ്ങളും അവൻ്റെ ശൗര്യങ്ങളും പിന്നെ അതിനു മുമ്പുള്ള രാവണനും മുമ്പുള്ള രാക്ഷസന്മാരുടെ ഉദ്ഭവവും ഒക്കെ ഞാൻ പറയാം. ബ്രഹ്മനന്ദനായ പുലസ്ത്യ തപോധനൻ നിർമ്മലൻ മഹാമേരു തന്നുടെ പാർശ്വത്തിങ്കൽ ചെന്നുടൻ തൃണബിന്ദു തന്നുടെ ആശ്രമത്തിൽ അന്യൂനമായ തപോനിഷ്ഠയാ വാഴും കാലം. സൃഷ്ടിയുടെ തുടക്കത്തിലേക്ക് പോയി കഴിഞ്ഞു, ബ്രഹ്മാവിലെത്തി. അപ്പൊ ബ്രഹ്മാവിൻ്റെ നന്ദനനായ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരിൽ ഒരുവനാണ് പുലസ്ത്യൻ. മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, ഇങ്ങനെ 7 പേര് ആണല്ലോ. അവരൊക്കെ ബ്രഹ്മർഷികളാണ്. അങ്ങനെയുള്ള ആ പുലസ്ത്യൻ മഹാമേരു പർവ്വതത്തിൻ്റെ താഴ്വരയിൽ, മഹാമേരു തന്നുടെ പാർശ്വത്തിങ്കൽ ചെന്നുടൻ തൃണബിന്ദു തന്നുടെ ആശ്രമത്തിൽ, തൃണബിന്ദുവിൻ്റെ ആശ്രമത്തിലേക്കാണ് പോയത്. അപ്പോൾ
അവിടെ എത്തി അന്യൂനമായ തപോനിഷ്ഠയാ വാഴും കാലം കഠിന തപസനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തത്ര ചെന്നിടും ചില കന്യകാജനങ്ങളും ചിത്തകൗതുകത്തോട് കളിപ്പാൻ പലരുമായി. അവിടെ ചില കന്യകമാര് ആ മനോഹരമായ മഹാമേരു പർവ്വതത്തിൻ്റെ താഴ്വാര പ്രദേശത്ത് കളിക്കാനായിട്ട് എത്തിയിരുന്നു. മുനി കന്യകമാരുണ്ടല്ലോ ധാരാളം. മുനിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുടുംബമൊന്നും ഇല്ലാത്തവരല്ല, അവർക്ക് മക്കളും ഒക്കെ ഉണ്ട്, ഭാര്യയും മക്കളും ഒക്കെ ഉള്ളവരാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ള ആ സ്ഥലത്ത് മിക്കവാറും ഈ കന്യകമാർ ചെന്നിട്ട് അവിടെ അവരുടെ എന്താ പറയുന്നത് കളികളിൽ മുഴുകുമായിരുന്നു. നിത്യവും കണ്ടു കണ്ടു പുലസ്ത്യ തപോധനൻ ഉൾത്താരിലോർത്താനിതമെത്രയും ഉപദ്രവം. ഇവരുടെ ശല്യം കൊണ്ട് ഇവരിങ്ങനെ വരികയും പോവുകയും അവരുടെ ഒച്ചപ്പാടും ഒക്കെയായിട്ട് ഈ മുനി അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ആ കഠിന തപസ് അതിന് ഭയങ്കര എന്താ പറയുന്നത് വിഘ്നം വരാൻ തുടങ്ങി. കന്യകാജനമിനി ഇവിടെ വരുന്നാകിൽ അന്നേയുണ്ടാക്ക ഗർഭമെന്നൊരു ശാപം ചെയ്താൻ. അദ്ദേഹം കോപിച്ചിട്ട് ഇനി ഇവിടെ വരുന്ന കന്യകമാര് ഗർഭവതികളായി പോകട്ടെ എന്നൊരു ശാപം അപ്പോൾ തന്നെ കൊടുത്തു. അത് എല്ലാവരും അറിഞ്ഞു ഭയന്നുപോയി. പിറ്റേന്നാൾ കന്യകമാർ ചെന്നീല കളിപ്പാനായി മുറ്റുമത്തപോധനൻ തന്നുടെ ശാപഭയാൽ. അടുത്ത നാൾ തൊട്ട് ഇതറിഞ്ഞ അവരാരും ആ കന്യകമാരാരും ആ പ്രദേശത്തേക്ക് പോലും പോയില്ല. പിന്നെ എന്തുകൊണ്ടാണ്? മുറ്റുമത്തപോധനൻ, അത്യുഗ്രമായ ആ തപോധനന്റെ ആ ശാപത്താൽ, ആ ശാപം ഭയന്നിട്ട് ആ കഥയേതുമറിയാതെ പോയി ചെന്നിടിനാൾ മുഖ്യനാം തൃണബന്ധു ഭൂപതിയുടെ മകൾ. ഈ തൃണബന്ധു ഒരു രാജർഷിയാണ്. ആ രാജർഷിയുടെ ആശ്രമത്തിൽ തന്നെയാണ് അദ്ദേഹം തപസ് അനുഷ്ഠിച്ചും കൊണ്ടിരുന്നത്. ഈ തൃണബന്ധുവിനൊരു മകളുണ്ട്. അത് വളർത്തുപുത്രിയാണ് എന്നും ഒരു കഥയുണ്ട്. അതായത് പുലസ്ത്യമുനി പാണിഗ്രഹണം ചെയ്തിരിക്കുന്നത് കർജമ പ്രജാപതിയുടെ 9 പുത്രിമാരിൽ ഒരാളായ ഹവിർഭൂവിനെയായിരുന്നു. അദ്ദേഹം ആ കുടുംബജീവിതമൊക്കെ ഉപേക്ഷിച്ചിട്ട് തപസ്സിനായിട്ട് വന്നിരിക്കുകയാണല്ലോ. പക്ഷേ ഹവിർഭൂവ് എന്ന് പറഞ്ഞ പുലസ്ത്യൻ്റെ പത്നി വെറുതെ ഇരുന്നില്ല. അവളൊരു സുന്ദരി വേഷത്തിൽ, സുന്ദരിയായിരുന്നു, വീണ്ടും അധികം പ്രായമില്ലാത്ത ഒരു യുവതരുണിയായിട്ട് വന്നിട്ട് ഈ തൃണബന്ധുവിൻ്റെ ആശ്രമത്തിൽ എത്തുകയും തൃണബന്ധു അവളെ വളർത്തുപുത്രിയായിട്ട് സ്വീകരിക്കുകയും ചെയ്തു എന്നൊരു കഥയുണ്ട്. എന്തിനാ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ തൻ്റെ പതിയെ തേടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പുലസ്ത്യൻ ഇവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ആ കന്യക എന്ന് വിശേഷിപ്പിക്കുന്നവൾ അവിടേക്ക് എത്തി. തന്നുടെ സഖികളെ അങ്ങോടിങ്ങോട് അന്യനാരികളെ കാണാഞ്ഞവൾ പോയാളല്ലോ. അവൾ എത്തിയത് അവളുടെ സഖിമാരെ തേടി വന്നതാണ്
ഈ വിവരമൊന്നും അറിഞ്ഞുമില്ല, ഈ ശാപത്തിൻ്റെ കാര്യം. പക്ഷേ ഗർഭവുമുണ്ടായി വന്നിതപ്പോ അപ്പോഴുതതുമൂലം ഉൾപേടിയോടും കൂടെ താത സന്നിധൗ ചൊന്നാൾ. തൻ്റെ അച്ഛനായ തൃണബിന്ദുവിൻ്റെ അടുത്ത് പോയിട്ട് വിവരം പറഞ്ഞു. അവൾക്ക് പേടിയായി ആകെ. അവിടെ എത്തി ആ മുനിയുടെ ആശ്രമത്തിനടുത്തെത്തി. അവിടെ ആ വേദ ഉച്ചാരണങ്ങളും മന്ത്രോച്ചാരണങ്ങളും ഒക്കെ കേട്ട് ശ്രവിച്ചതേ ഉള്ളൂ. പക്ഷേ ഗർഭവതിയായിപ്പോയി. പുത്രി തൻ വൃത്താന്തങ്ങൾ അറിഞ്ഞു തൃണബിന്ദു സത്വരം ചെന്നു പുലസ്ത്യാശ്രമേ മകളുമായി. തൃണബിന്ദു തൻ്റെ മകളെയും കൂട്ടി നേരെ പുലസ്ത്യൻ്റെ അടുത്തേക്ക് എത്തി. ഇത് കേട്ട് ഇപ്പം മകള് ഗർഭവതിയായി. അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണമല്ലോ. ഒന്നുകിൽ അതിൻ്റെ കാരണക്കാരനായിരിക്കുന്ന അദ്ദേഹത്തിന് വെളി കഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് പറയുന്നത് അതറിയണം. ലോകേശാത്മജപദം വന്ദിച്ചു നരേന്ദ്രനും ആകാംക്ഷയോട് ചോദിച്ചിടിനാൻ മനോഗതം. ലോകേശാത്മജൻ, ലോകേശനാരാണ്? ബ്രഹ്മാവ്. ബ്രഹ്മാവിൻ്റെ പുത്രനായ പുലസ്ത്യമുനിയോട് അദ്ദേഹത്തെ വന്ദിച്ചും കൊണ്ട് തൻ്റെ മകളെപ്പറ്റി എന്താണ് അങ്ങയുടെ ഉദ്ദേശം എന്ന് ചോദിച്ചു. നിന്തിരുവടിയുടെ ശാപം കൊണ്ടുണ്ടായൊരു സന്താപം തീർപ്പാനിനി മറ്റാരുമില്ലയല്ലോ. നോക്കൂ മഹാത്മാവേ, അങ്ങയുടെ ശാപം കൊണ്ടാണ് ഇവൾ യാതൊന്നും അതിനെപ്പറ്റി അറിയാത്ത ഈ കന്യക ഗർഭവതിയായത്. അതിനിയും ഇതിൻ്റെ ഉത്തരവാദിത്വം അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് മറ്റാരും അത് പരിഹരിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രശ്നം ചിന്തിച്ചാൽ ഇനി മമ പുത്രിയെ യഥാവിധി നിന്തിരുവടി തന്നെ കൈക്കൊള്ളുന്നതേ വരൂ. അതുകൊണ്ട് അങ്ങ് ഈ പുത്രിയെ, എൻ്റെ പുത്രിയെ സ്വീകരിച്ചാലും അതാണ് ഉചിതം. അങ്ങനെ തന്നെയെന്നു പുലസ്ത്യമുനീന്ദ്രനും അങ്കനാരത്നത്തെയും കൈക്കൊണ്ടാൻ വഴി പോലെ. അങ്ങനെ ശരി, എന്തായാലും ശാപം എൻ്റേത് തന്നെയാണ്. അവൾക്ക് സംഭവിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു വിപത്തായാലും സന്തോഷപ്രദമായ കാര്യമായാലും എന്തായാലും ഇങ്ങനൊരു സംഭവം അവിടെ നടന്നു. അതുകൊണ്ട് ഞാൻ തന്നെ സ്വീകരിച്ചോളാം എന്ന് അദ്ദേഹം പറഞ്ഞ്, അല്ലാതെ സാധാരണ ഇപ്പോൾ നാട്ടിൽ നടക്കുന്നത് ഞാനല്ല അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞില്ല, അല്ലെങ്കിൽ DNA ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം വെളിപ്പെടുത്തൂ എന്നൊന്നും അവിടെ യാതൊരു തർക്ക വിഷയം ഉണ്ടായില്ല. അദ്ദേഹം സന്തോഷത്തോടുകൂടി ആ കന്യകയെ സ്വീകരിച്ചു. വേദവിശ്രവണേന ഗർഭമുണ്ടായ മൂലം ജാതനാം കുമാരനു വിശ്രവസെന്നു നാമം. വേദവിശ്രവണേന, വേദങ്ങളും മറ്റു മന്ത്രോച്ചാരണങ്ങളും ഒക്കെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണല്ലോ അവിടെ. അപ്പോൾ അങ്ങനെ ആ വേദമന്ത്രങ്ങൾ ശ്രവിച്ച് മൂലമാണ് അവിടെ ആ ഗർഭധാരണ ഉണ്ടായത് എന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ കുഞ്ഞിന്, തൃണബിന്ദുവിൻ്റെ മകൾക്കുണ്ടായ ആ കുഞ്ഞിന് വിശ്രവസ് എന്ന് പേരിട്ടു.
അങ്ങനെ ആ പുലസ്ത്യമുനിയുടെ ആശ്രമത്തിൽ അവർ കഴിഞ്ഞു വരികയാണ്. വിശ്രവസെന്ന കുമാരനും പുലസ്ത്യമുനിയും പത്നിയും. ഇന്നത്തെ പഠനഭാഗം നമുക്ക് ഇവിടെ സമ്പൂർണ്ണമാക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.